നമുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താ അറിയാം ലൈൻസ് ആൻഡ് ആംഗിൾസിനെ പറ്റിയിട്ട് സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ. ഇപ്പൊ ഒരു ലൈൻ സെഗ്മെന്റ്, ഇപ്പൊ ഞാൻ ഈ ലൈൻ തന്നെ നോക്കും. ഇപ്പൊ ഞാൻ ഇതിന് അണ്ടർലൈൻ, ഈ ടൈറ്റിൽ എഴുതിയിട്ട് ഞാൻ ഒരു അണ്ടർലൈൻ വരച്ചില്ലേ, അതൊരു ലൈനാണ്. അത് ശ്രവദൃഷ്ടിയ നമുക്ക് കാണുമ്പോൾ അറിയാം അതൊരു ലൈനാണ് അല്ലേ. പക്ഷെ നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ ആ ലൈനിൽ എന്താണ്, ഒരു രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. 2 എൻഡ് പോയിന്റ്സ് അല്ലേ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ മനസ്സിലാകത്തില്ല ഈ ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ. എന്നാല് അനന്തമായിട്ടൊരു ഇൻഫിനിറ്റി ആയിട്ട് ഈ ലൈൻ പോകല്ലോ അല്ലേ. അപ്പം ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, 2 എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെ ഞാൻ ആ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ എന്താണ്, ഇപ്പം എ ലൈൻ വിത്ത് 2 എൻഡ് പോയിന്റ്സ് അല്ലേ. അപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണ് അല്ലേ. അപ്പൊ അതിന് എന്തുണ്ടായിരിക്കണം, രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അതിന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, മനസ്സിലായോ. അപ്പൊ ഒരു ലൈൻ സെഗ്മെന്റിന് എന്താണ്, രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടിട്ടുണ്ടോ റേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു, അതിന്റെ ഒരു പാർട്ടാണ് റേ എന്ന് പറയുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല, അതിന്റെ ഒരു പാർട്ട് ഇത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ അത് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെന്താണ്, 1 എൻഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താ, പാർട്ട് ഓഫ് ദ ലൈൻ വിത്ത് 1 എൻഡ് പോയിന്റ്. ക്ലിയർ ആണോ? അപ്പം എ ബി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു എ ബി എന്ന് പേരിട്ടിട്ട് എന്താണ്, ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് ആ റേയെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ആംഗിൾ, നമ്മള് പല ചാപ്റ്ററുകളും ആംഗിൾ നമുക്ക് ഫെമിലിയർ ആണ്. ആംഗിൾ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഫെമിലിയർ അല്ലേ അല്ലേ. ആംഗിൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയത്തില്ലേ. ഇപ്പൊ ആംഗിൾ എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിളുകൾ എന്താണെന്നൊക്കെ റിഷാലിന് അറിയാം അല്ലേ. ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ ആംഗിൾ ഒക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൂടെ കേൾക്കുന്നതാണ് അല്ലേ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ രണ്ട് ലൈനും എന്താണ്, ഒരൊറ്റ പോയിന്റിലല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ അല്ലെ. ആ പോയിന്റ് എന്താണ്, നമുക്ക് വെർട്ടെക്സ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇതിനെ രണ്ടിനെ ഞാൻ എന്താണ് വിളിക്കുന്നത്, ആംസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ആം. ഈ രണ്ട് ആമുകൾ എല്ലാ ഒരു വെർട്ടെക്സിൽ കൂട്ടി വെക്കും. ആ വെർട്ടെക്സിന് നമുക്ക് എ എന്നോ ബി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ. ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ എന്താണ്, കൂട്ടി വെട്ടെ അല്ലെ. അപ്പൊ അത് തമ്മിലൊരു ഡിഗ്രി ഓഫ് വേരിയേഷൻ കാണത്തില്ലേ, അതാണ് ആ രണ്ട് ആംസ് തമ്മിൽ ഒരു ഡിഗ്രി ഓഫ് വേരിയേഷൻ കാണില്ലേ, അതാണ് എന്ത്, ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിളുകൾ എത്ര ടൈപ്പിലുണ്ട്. ഇപ്പൊ ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുത്തു, എക്സ് ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിളിന്റെ ഡിഗ്രി അനുസരിച്ച് നമുക്ക് ആംഗിളിനെ പലതായിട്ട് തിരിക്കാം. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തന്നെ നോക്ക്, ഈ ആംഗിൾ തന്നെ നോക്ക്. ഇവിടുത്തെ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 90യെക്കാട്ടിൽ എന്താണ്, ചെറുതല്ലേ അല്ലേ. ആംഗിൾ എന്താണ്, തീറ്റ ലെസ് താൻ എക്സ്, ലെസ് താൻ 90 ഡിഗ്രി. അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്, അവിടുത്തെ തീറ്റ അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 90യെക്കാട്ടിൽ ചെറുതായിട്ട് വരുന്ന ഒരു ഡിഗ്രിയാണ് അല്ലേ എക്സിന്റെ വാല്യൂ അല്ലെ. അപ്പൊ 90യെക്കാട്ടിൽ ചെറുതായിട്ട് വരുന്ന ആംഗിൾ ഉള്ളതിനെല്ലാം നമ്മൾ എന്ത് പേര് വിളിക്കും, അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും. എന്താണ്, ഇനി മറക്കോ, തീറ്റ ലെസ് താൻ 90 ഡിഗ്രി എന്ന് പറയുന്നതാണ് അക്യൂട്ട് ആംഗിൾ. ഇനി തീറ്റ അറ്റ് 90 ഡിഗ്രി ആണെങ്കിലോ, അതായത് ഈ 90 ഡിഗ്രി ഉള്ളതിനെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എപ്പോഴും ഒരു ജസ്റ്റ് ഒരു റെക്ടാംഗിൾ പോലെ നമ്മൾ അവിടെ വരയ്ക്കും. രണ്ട് ആംസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന അവിടുത്തെ എന്താണ്, റെക്ടാംഗിൾ പോലെ നമ്മൾ വരയ്ക്കും അല്ലേ. അപ്പൊ ഇതിന് എക്സ് എന്ന് പറയുന്നത്, അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈസിക്കൽ ടു 90 ഡിഗ്രി അല്ലേ. അത്ര ആംഗിൾ നമ്മൾ എന്ത് വിളിക്കും, റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. കിട്ടിയ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ 90 ഡിഗ്രി കാട്ടിൽ കുറവ് പറഞ്ഞു, രണ്ടാമത്തെ കേസിൽ എന്താണ്, അറ്റ് 90 ഡിഗ്രി പറഞ്ഞു, മൂന്നാമത്തെ കേസിൽ ഇനി എന്ത് വരും, 90യെക്കാട്ടിൽ കൂടുതൽ വരും. മനസ്സിലായോ? 90യെക്കാട്ടിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. ഇവിടെ തീറ്റ എന്താണ്, അല്ലെങ്കിൽ എക്സ് എന്താണ്, 90യെക്കാട്ടിലും വലുതാണ്, എന്താണ് 180യെക്കാട്ടിലും ചെറുതാണ്. അതാണ് അതിന്റെ കണ്ടീഷൻ. 90യെക്കാട്ടിലും വലുതാണ്, 180യെക്കാട്ടിലും ചെറുതും വരണം. അപ്പൊ അതെന്താണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ എത്ര ആംഗിൾ ഉണ്ട്, നമ്മൾ അക്യൂട്ട് ആംഗിൾ പഠിച്ചു 90യെക്കാട്ടിൽ ചെറുത്, പിന്നെ റൈറ്റ് ആംഗിൾ പഠിച്ചു അറ്റ് 90 ഡിഗ്രി, പിന്നെന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ പഠിച്ചു 90ക്കും 180യെക്കാട്ടിലും ചെറുത്, കൂടുതൽ 180യെക്കാട്ടിലും ഇടയിൽ കേട്ടോ, 90ക്കും 180ക്കും ഇടയിൽ. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്താണ് പഠിച്ചേ,
ഇത്രയും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് രണ്ട് ആംഗിൾ കൂടെ പഠിക്കാം. സ്ട്രൈറ്റ് ആംഗിൾ കൂടെ പഠിക്കാം. അതായത് ഈ രണ്ട് ആംഗിൾസ് ഇല്ലേ ഇവിടെ, ഇതൊരാമാണ്, ഇതൊരാമാണ് അല്ലേ? അല്ലേ? അപ്പൊ ഈ ആമുകള് ഞാൻ ഈ ആം എന്ത് ചെയ്തു, നേരെ ഇത് ടിൽറ്റ് ചെയ്തിട്ട് ഈ വെർട്ടെക്സില് ഈ ഇപ്പൊ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് ആണെന്ന്, ഇത് ഞാൻ നേരെ സ്ട്രൈറ്റ് ആക്കി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ആംഗിൾ എന്തായി, ഇങ്ങനല്ലേ ഇവിടുത്തെ ആംഗിൾ വരുന്നത് അല്ലേ? ആംഗിൾ എന്തായിട്ട് മാറി? 180 ഡിഗ്രി ആയിട്ട് മാറി. ഹിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അതെന്താണ്? സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്ലക്സ് ആംഗിൾ എന്ന് അറിയാമോ? എന്താണ് റിഫ്ലക്സ് ആംഗിൾ? ഇപ്പൊ ഞാന് റിഫ്ലക്സ് ആംഗിൾ, ഇപ്പൊ ഞാനൊരു, ഇത് ഏത് ടൈപ്പ് ആംഗിളാ പറഞ്ഞേ? ഇത് ഏത് ടൈപ്പ് ആംഗിളാ? ആ, മിടുക്കൻ, വെരി ഗുഡ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 90 ചെറുതാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇത് ആംഗിൾ വരച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ള ഏത് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ഉണ്ടല്ലോ, അതായത് അതിന് പുറത്തുള്ള പോർഷൻ, അതാണ് ആ ആംഗിളിന്റെ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അകത്തുള്ള ആംഗിളിന്റെ ബാക്കി പുറത്തുള്ള പോർഷൻ ഉണ്ടല്ലേ, ഞാൻ ഈ ഡോട്ടർ ലൈൻ ഇട്ട് വരച്ചേക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ ജസ്റ്റ് ടി ഡിഗ്രി എന്നോ, ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ചു. അപ്പൊ അവിടുത്തെ ടി ആണെന്ത്, അവിടുത്തെ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ റിഫ്ലക്സ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 180 വലുതുമായിരിക്കും. അതേപോലെ എന്താണ്, 360 ചെറുതുമായിരിക്കും. ഇപ്പൊ ഈ സർക്കിൾ മൊത്തത്തിൽ എത്ര അടിക്കും? ഒരു സർക്കിൾ മൊത്തത്തിൽ ഈ ഒരു ആംഗിൾ മൊത്തത്തിൽ 360 ആയിരിക്കത്തില്ലേ? ആംഗിൾ മറ്റൊരു ചാർട്ട്. അപ്പൊ അത് 360 ചെറുതാണല്ലേ? അപ്പൊ ഇവിടുത്തെ 360 ചെറുതല്ലേ? അതേപോലെ എന്താണ്, 180 വലുതല്ലേ? അപ്പൊ 180 ഗ്രേറ്റർ ദാൻ ടി ലെസ് ദാൻ 360 എന്നല്ലേ വരത്തുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയോ? റിഫ്ലക്സ് ആംഗിൾ വാല്യൂ ഈസ് ദാറ്റ് ഓപ്ഷൻ ഉണ്ട് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷൻ ആണോ അതിന്റെ വാല്യൂ എന്ന് ചോദിച്ചിരിക്കുന്നത്? റിഫ്ലക്സ് ആംഗിൾ എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പോ പഠിച്ചു അല്ലേ? 180ക്കും 360ക്കും ഇടയ്ക്കാണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? മിടുക്കൻ, വെരി ഗുഡ്. അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? 180ക്കും 360ക്കും ഇടയിലാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് അഡ്ജസന്റ് ആംഗിൾസ്. എന്താണ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ, വൈ എന്ന് പറയുന്ന രണ്ട് ആംഗിൾ അടുത്തടുത്തല്ലേ സ്ഥിതി ചെയ്യണേ. അപ്പൊ അത് നമുക്ക് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറഞ്ഞൂടെ? ഞാൻ മറ്റൊരു ആംഗിൾ വരച്ചു, ഇത് പി എന്ന് പറയുന്ന ആംഗിൾ ക്യൂ. അപ്പൊ ഈ പിയും ക്യൂ അടുത്തടുത്തല്ലേ, അത് അഡ്ജസന്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞൂടെ? ഇത്രയുള്ള സംഭവം. അടുത്തടുത്തുള്ള രണ്ട് ആംഗിളാണ് അഡ്ജസന്റ് ആംഗിൾ. അഡ്ജസന്റ് എന്ന് പറയുന്ന പേരിന്റെ മീനിങ് തന്നെ എന്താണ്? അടുത്തടുത്തുള്ളതല്ലേ? മനസ്സിലായി? ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചാൽ. ഓക്കെ, എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്? അറിയാമോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ആംഗിളിന്റെ വാല്യൂസ് ഉണ്ടെന്ന് വെച്ചോ. ഒരു ആംഗിളിന്റെ വാല്യൂ 40 ഡിഗ്രി ആണെന്ന് വെച്ചോ. ഓക്കെ, നെക്സ്റ്റ് ആംഗിളിന്റെ വാല്യൂ 50 ഡിഗ്രി ആണെന്ന് വെച്ചോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലെ വരുന്നേ അല്ലേ? അപ്പം ഏതെങ്കിലും രണ്ട് ആംഗിൾസിന്റെ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, അടുത്തൊരു എക്സാമ്പിൾ 1360 ഡിഗ്രി, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി വരുന്നത്. അപ്പൊ അതും കോംപ്ലിമെന്ററി അല്ലേ? അല്ലേ? ഞാൻ ഈ 50 ഡിഗ്രിയും 40 ഡിഗ്രിയും തിരിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല, അത് 90 ഡിഗ്രി തന്നെയല്ലേ? ഇനി ഞാനൊരു 20 ഡിഗ്രി പ്ലസ് എന്താണ് 70 ഡിഗ്രി, അത് 90 ഡിഗ്രി അല്ലേ വരുന്നത്? അപ്പൊ ഇതെല്ലാം എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾസിന് എക്സാമ്പിൾ ആണ് അല്ലേ? ആൻസർ എന്താണ്? ഈ സം ഓഫ് എനി ടു ആംഗിൾസ് അല്ലെ, ഏതെങ്കിലും രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈസ് 90 ഡിഗ്രി അല്ലെ? സച്ച് ആംഗിൾസ്
ഇത്തരം ആംഗിൾസിനെ നമ്മൾ എന്ത് വിളിക്കും? ആർ കോൾഡ് എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വിളിക്കുന്നു, അല്ലേ? പെട്ടെന്ന് എഴുതിയെടുത്തോ. അത് കഴിഞ്ഞ് ചൂടോടെ അടുത്ത സ്ഥാനം തരാം, പെട്ടെന്ന് എഴുതിട്ടോ. ആൻസർ പറയാമോ? 30 ഡിഗ്രി 60 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്? കാര്യം ഇതിന്റെ രണ്ടിന്റെ കൂടെ സമം എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്, അല്ലേ? ആൻസർ കിട്ടിയില്ലേ? കോംപ്ലിമെന്ററി. അങ്ങനെയാണെങ്കിൽ പുതിയ ടോപ്പിക്കാണ് സപ്ലിമെന്ററി ആംഗിൾസ്. ഇപ്പൊ നമ്മൾ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിനെ കോംപ്ലിമെന്ററി എന്ന് വിളിച്ചു, അല്ലേ? ഇനി മറ്റു രണ്ട് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ 180 കിട്ടുവാണെന്ന് വെച്ചോ. ഇപ്പൊ 120 + 60 എന്ന് പറയുന്നത് എത്രയാണ്? 180 അല്ലേ? 100 + 80 എന്ന് പറയുന്നത് എത്രയാണ്? അത് 180 അല്ലേ? അതേപോലെ നമുക്ക് വേറെ പല എക്സാമ്പിൾ എഴുതിക്കൂടെ? 70 + 110 എന്ന് പറയുന്നത് എത്രയാണ്? അത് 180 അല്ലേ? അപ്പൊ ഇത്തരം ആംഗിൾസ് ഏതെങ്കിലും രണ്ട് ആംഗിൾസുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 180 കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അത്തരം ആംഗിൾസ്, സച്ച് ആംഗിൾസ് ആർ കോൾഡ് എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ്, അല്ലെ? ഈ സം ഓഫ് എനി ടു ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. സച്ച് ആംഗിൾ ആർ എന്ത്? സപ്ലിമെന്ററി ആംഗിൾസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോംപ്ലിമെന്ററി ആംഗിൾ പഠിച്ചു, സപ്ലിമെന്ററി ആംഗിൾ പഠിച്ചു, മൂന്നാമത്താണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് ആംസുകൾ തമ്മിൽ യോജിപ്പിച്ചു. ഇതിനെന്താണ്? ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ആമും കൂടെ വരച്ചു, അല്ലേ? രണ്ട് ആമല്ലേ? ഇനി ഞാൻ എന്താണ്? ഈ ആമിനെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ആക്കി, ഈ ആമിനെ ഞാൻ എന്നോട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് സ്ട്രെയിറ്റ് ആക്കി വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഞാൻ രണ്ട് ആംസുകൾ ഇതേപോലെ വരച്ചു, അല്ലേ? ഇതൊരാമാണ്, ഇതൊരാമാണ്, അല്ലേ? ഇനി ഇടയ്ക്കിടെ എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ളൊരു മറ്റൊരു ആമും കൂടെ വരച്ചു, അല്ലേ? അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് വരച്ച ആമിനെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ആക്കി, മറ്റേത് അതേപോലെ തന്നെ നിർത്തി, അല്ലേ? അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള ആം വരുവാണ്, അല്ലേ? സ്ട്രെയിറ്റ് ലൈന്. അപ്പൊ ഇവിടെ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിൾ വരത്തില്ലേ? വരുമോ? ആ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ആ പെയർ ഓഫ് അഡ്ജസന്റ്, ഇത് രണ്ടും അഡ്ജസന്റ് ആംഗിൾ അല്ലേ? ആ പെയർ ഓഫ് അഡ്ജസന്റ് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്താണ്? ലീനിയർ പെയർ എന്നാ വിളിക്കുന്നത്. ഈ രണ്ട് ഇപ്പൊ എന്തായിരിക്കണം? ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ അവിടെ രണ്ട് അഡ്ജസന്റ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആ അഡ്ജസന്റ് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് എക്സും ഇത് വൈ ആണെന്ന് വെച്ചോ. ഈ x + y എന്തായിരിക്കും? 180 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനെ എന്താണ്? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഇതെന്താണ്? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ലീനിയർ പെയർ എവിടെ കണ്ടാലും മനസ്സിലാവണം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സ്ട്രെയിറ്റ്, ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇതും ലീനിയർ പെയർ ആയിരിക്കത്തില്ലേ? അല്ലേ? ഇതും താഴത്തെ ഇതും ലീനിയർ പെയർ ആയിരിക്കത്തില്ലേ? ഇതും ലീനിയർ പെയർ ആയിരിക്കത്തില്ലേ? ഇതെല്ലാം ലീനിയർ. അപ്പൊ ലീനിയർ പെയർ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഇനി ഓരോ കൺസ്ട്രക്ഷൻ ഒക്കെ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇത്തരം പെയറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഒരു പോയിന്റും കൂടെ എഴുതി വെച്ചോ. ഷോർട്ട് നോട്ട് പോലെ, all linear pair of angles are supplementary, but all supplementary angles എന്താണ്? are not linear. അത് പോയിന്റും കൂടെ ഓർത്തു വെച്ചു. അതായത് ഇത്തരം എല്ലാ ലീനിയർ പെയറുകളും എന്താണ്? സപ്ലിമെന്ററി ആംഗിൾ ആണ്. പക്ഷെ തിരിച്ചെന്താണ്? ഓൾ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ലീനിയർ. മനസ്സിലായോ? 120 + 60 നമ്മളിപ്പോ ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ 180 കിട്ടത്തില്ലേ? അതല്ല, ഇതൊക്കെ എന്താണ്? പക്ഷെ ലീനിയർ പെയറുകൾ നമുക്ക് എന്താണ്? വരച്ചെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ലീനിയർ പെയറുകളെല്ലാം എന്തായിരിക്കും? 180 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ലീനിയർ പെയറിന്റെ ആക്സിയംസും കൂടെ ഒന്ന് എഴുതിയെടുത്തോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, then the sum of two adjacent angles so formed is 180 degree. അതായത് രണ്ട് ആക്സിയംസ് ആണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈനിലേക്ക്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ലൈൻ വരച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ലൈനിലേക്ക് ഒരു റേ വന്ന് പതിക്കുന്നു. ഓക്കെ, ഇത് എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണ്, അല്ലേ? ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു റേ എന്താണ്? എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് സ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന രണ്ട് അഡ്ജസന്റ് ആംഗിൾ അല്ലേ? ആ അഡ്ജസന്റ് ആംഗിൾ എക്സ് എന്നും വൈ എന്നും കൊടുത്തു. ആ അഡ്ജസന്റ് ആംഗിളിന്റെ സമ്മ് 180 ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർ പെയർ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് തിരിച്ചും പറയും. അടുത്ത പോയിന്റ് എന്താണ്? ഇത് തിരിച്ചും പറയുന്നു. ഇഫ് the sum of two adjacent angles is 180 degree, then the non-common arms of the angles form a
ലൈൻ. അതായത് ഇത് സം ഓഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് ഉണ്ടെന്ന് വെച്ചോ, എക്സും വൈയും നേരത്തെ പറഞ്ഞ പോലെ. ഈ എക്സിന്റെയും വൈയുടെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാകുന്ന നോൺ കോമൺ ആംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു ആമല്ലേ, എ ബി എന്ന് പറയുന്നതിനകത്ത് ബി. ഇപ്പൊ എ പി എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നതും രണ്ട് ആംസ് ആണ്. അതെന്തായിരിക്കും? രണ്ടുകൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആദ്യം പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. രണ്ട് ആക്സിയംസ് ആണ് ലീനിയർ പെയറിന്റെ ആക്സിയംസ് ആയിട്ടുള്ളത് കേട്ടോ. ചിലപ്പം അതിന്റെ തിരിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ്. അങ്ങനെയെങ്കിൽ ദെൻ പ്രൂവ് ദാറ്റ് എ ഒ ബി എന്ന് പറയുന്ന എന്ത് ഒരു ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഫിഗർ ഉണ്ട്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇതിന്റെ സെൻട്രൽ പോയിന്റ് ഒ ആണ്. ഒയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ, ഒയിൽ നിന്ന് ഡിയിലേക്ക് മറ്റൊരു ലൈൻ. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എക്സ്, ഇത് വൈ, ഇത് ഡബ്ല്യു, ഈ ആംഗിള് ഇസഡ് കേട്ടോ. ഓയും ഇസഡും കൂടെ മാറിപ്പോലെ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണേ. നമുക്ക് എന്താണ് എക്സ്, നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഗിവണിൽ എന്താ തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എന്താണ്? ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ എക്സും വൈയും ഇസഡും ഡബ്ല്യു എല്ലാം എന്താണ്? ഇതിനകത്ത് ഒ എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ അല്ലേ? അല്ലേ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരച്ചു കഴിഞ്ഞാൽ സർക്കിൾ വരും അല്ലേ? ഇതെല്ലാം കൂടെ അല്ലേ? അപ്പൊ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, ഇതിനകത്ത് എക്സ്, അതായത് ഇതെന്ന് പറയുന്ന ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളുകളല്ലേ? എക്സ് ആയാലും വൈ ആയാലും ഇസഡ് ആയാലും ഡബ്ല്യു ആയാലും ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് 360 ഡിഗ്രി ആയത്. ഇനി നോക്കിയിട്ട് ഈ എക്സും വൈയും കൂടെ കൂട്ടുന്ന എന്താണ്? ഡബ്ല്യു പ്ലസ് ഇസഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ എക്സും വൈക്ക് പകരം ഞാൻ എനിക്ക് ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 360 ഡിഗ്രി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 തവണ ഡബ്ല്യു ഉണ്ട്, അപ്പൊ 2W. അതേപോലെ 2 ഇസഡ് എന്ന് എഴുതിക്കൂടെ? ഈസിക്വൾ ടു 360 ഡിഗ്രി. ഇനി ഞാൻ 2 അങ്ങ് കോമൺ എടുത്തു, ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് എഴുതി, 360 ഡിഗ്രി. അപ്പൊ ഡബ്ല്യു പ്ലസ് ഇസഡ് ഈസിക്വൾ ടു എന്താണ്? 360 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടത്തില്ലേ? അതെന്താണ്? 180 അല്ലേ? ഇവിടെ ഡബ്ല്യുവും ഇസഡും ഒന്ന് നോക്കിയല്ലേ. ഡബ്ല്യുവും ഇസഡും എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ് അല്ലേ? ഇത് ഡബ്ല്യു, ഇത് അത് അഡ്ജസന്റ് അല്ലേ? ആംഗിൾ ഡബ്ല്യു ആൻഡ് ആംഗിൾ ഇസഡ് എന്ന് പറയുന്ന അഡ്ജസന്റ് ആംഗിൾ അല്ലേ? അതെന്താണ്? അതിന്റെ സം എന്ന് പറയുന്നത് 180 അല്ലേ? അല്ലേ? അപ്പൊ അത് 180 ആണെങ്കിൽ അതെന്താണ്? അതൊരു അഡ്ജസന്റ് ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 വരുവാണെങ്കിൽ അതെന്താണ്? ലീനിയർ പെയർ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നേ അല്ലേ? അപ്പൊ അതെന്താണ്? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന ലൈൻ എന്താണ്? നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? പ്രൂവ് ദ എ ഒ ബി. എ ഒ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ആയിട്ട് പറഞ്ഞൂടെ അല്ലേ? എ ഒ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും രണ്ട് നോൺ കോമൺ ആയിട്ടുള്ള ആംസ് ആണ്. അതെന്താണ്? ഒരു കോമൺ ലൈൻ ആയിട്ട് മാറി അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ അവിടെ 2 നോൺ കോമൺ ആയിട്ടുള്ള ആംസ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ഒയും ഒ ബിയും അല്ലേ? ആംസ് അതിന്റെ ഒരു കോമൺ ആംസ് ഉണ്ട് അല്ലേ? അതെന്തായി മാറി? ഇറ്റ് ക്യാൻ മേക്ക് എ ലൈൻ, ലൈൻ എ ഒ ബി. കിട്ടിയ? മനസ്സിലായ? എഴുതിയെടുത്തു. ഇതൊരു ലീനിയർ പെയർ അല്ലേ? അല്ലേ? അപ്പൊ ഒരു സൈഡ് ആംഗിൾ 45 വന്നിട്ടുണ്ട്. അപ്പൊ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഇത് മൊത്തത്തിൽ എത്ര? 180 ഡിഗ്രി അല്ലേ? y പ്ലസ് 45 എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ y ഈസ് ഇക്വൽ ടു വരും 180 മൈനസ് 45. വളരെ സിമ്പിൾ അല്ലേ? എത്ര വരും അത്? 135 ഡിഗ്രി. നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നെക്സ്റ്റ് ഇതിൽ കണ്ടിന്യൂ ചെയ്യണേ. ഓക്കെ, നാളെ ഉണ്ടാവും ക്ലാസ്. ഓക്കെ, താങ്ക് യു.